ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? ഞായറാഴ്ചയായിട്ട് ഞാനൊരു പുതിയ പരിപാടി ആഡ് ചെയ്തിട്ടുണ്ട്. അതന്നെ, നമുക്ക് പിന്നെ ഒന്നിലും ഒരു കുറവില്ലല്ലോ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആകെ കൂടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഡയലോഗൊക്കെ വിടാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സുഖാട്ടാ. പക്ഷെ ചെയ്ത് കാണിക്കാനാണ് ബുദ്ധിമുട്ട് അല്ലെ? ഒരുപാട് കാലത്ത് ആഗ്രഹമാട്ടാ. ഒരുപാട് കാലത്ത് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണെന്നൊന്നും വിചാരിക്കരുത്. കുട്ടിക്കാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരാഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ ആഗ്രഹം ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു 28 വയസ്സിനൊക്കെ ശേഷമാണ് ശരിക്കും ആ ആഗ്രഹം എനിക്ക് ആഗ്രഹമായി തുടങ്ങിയത് കേട്ടോ. കുറച്ചു കാലൊക്കെ അത് വേണ്ട, സാരല്ല, അതൊരു ആഗ്രഹമാണ് എന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞു. പിന്നെ കുറച്ചു കാലം ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ എന്ന് തോന്നി. പിന്നെ കുറച്ചു നാൾ തോന്നി യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാലോ എന്ന് വിചാരിച്ചു. എന്നിട്ടൊന്നും സാറ്റിസ്ഫൈ ആയാണ്ടാവപ്പോ ജോലിക്ക് പോണ ടൈം ആയിരുന്നത് കൊണ്ട് തന്നെ, ജോലിയുടെ ഇടയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് ഓൺലൈൻ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓൺലൈൻ ക്ലാസ് നോക്കിയിട്ടും ഞാൻ സാറ്റിസ്ഫൈ ആയില്ല. സംഭവം ഇപ്പൊ മനസ്സിലായില്ലേ? അതന്നെ, ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. സൺഡേ ഇപ്പൊ ഒരു പുതിയ കാര്യം എനിക്ക് ആഡ് ആയിട്ടോ. ഡാൻസ് ക്ലാസ്സിന് പോവാ. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി. കണ്ടില്ലേ, ഒരാൾ 8ല്, എന്റെ മോളെക്കാളും ചെറുതാ എല്ലാവരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും മമ്മൂട്ടി ഡാൻസ് കളിച്ച പോലെന്ന്. ഈ കോമഡിയൊക്കെ ഇവിടെ ചളിഞ്ഞ് ചീഞ്ഞ് പോയതാ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടാ.